നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ സമാധാന കരാർ ഒപ്പുവെച്ച മണിക്കൂറുകൾക്കിടെ അന്താരാഷ്ട്ര സമൂഹത്തെ നടുക്കുന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഇസ്രയേലുമായി സഹകരിച്ചെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ഫലസ്തീനികളെ ഹമാസ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൈകൾ പിന്നിൽ കെട്ടിയിട്ട് 7 പുരുഷന്മാരെ നിലത്ത് മുട്ടുകുത്തി നിർത്തിയിരിക്കുന്നതും പിന്നീട് വെടിവെച്ചു കൊല്ലുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത്. വെടിവെപ്പിന് പിന്നാലെ സ്ഥലത്ത് കൂട്ടുനിൽക്കുന്നവരെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതും കേൾക്കാം. വെടിനിർത്തലിന്റെ അനന്തര നടപടികൾ ചർച്ച ചെയ്യാനായി ഈജിപ്തിൽ സമാധാന ഉച്ചകോടിയിൽ ലോക നേതാക്കൾ ഗാസ കരാറിൽ ഒപ്പിട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പുതുതായി ഒപ്പുവെച്ച ഗാസ സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഗാസയിൽ 2 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമാധാന കരാറിൽ US പ്രസിഡന്റ് ട്രംപ് മധ്യസ്ഥ വഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ദുർബലരായ ഹമാസ് പ്രദേശത്ത് നിയന്ത്രണം വീണ്ടും ഉറപ്പാക്കാൻ ആക്രമണത്തിലേക്ക് തിരിയുകയാണ് എന്ന ആശങ്കയും ബന്ധപ്പെട്ടവർ പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രായേലിനായി ചാരപ്പണി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട 3 പേരെ കഴിഞ്ഞ മാസം ഹമാസ് വധിച്ചിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ 5 ഫലസ്തീനികളെ ഇസ്രായേൽ പ്രതിരോധ സേന വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവവും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് IDFന്റെ ആക്രമണം. കരാർ ലംഘിച്ച സൈന്യത്തിന്റെ അടുത്തേക്ക് വന്ന് 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്തിരിഞ്ഞിട്ടില്ല. ഇതോടെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതേസമയം പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ച ഇസ്രായേലി സൈനികരെ സമീപിച്ച ഫലസ്തീനികളെയാണ് വധിച്ചത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വടക്കൻ ഗാസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്ക് അടുത്തേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്നവരെയാണ് വെടിവെച്ചത് എന്ന് IDF പറയുന്നു. മഞ്ഞവര കടന്നെന്നും അത് കരാറിന്റെ ലംഘനമാണെന്നും ആരോപിച്ചാണ് IDF വെടിയുതിർത്തത് എങ്കിൽ മഞ്ഞവരയ്ക്കുള്ളിൽ വെച്ചാണ് 5 പേരെയും കൊലപ്പെട്ടത് എന്ന നിലപാടിലാണ് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ്. US പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നടന്ന സമാധാന കരാർ വിജയകരമായി പൂർത്തിയാക്കിയതിന് പിറ്റേന്നാണ് വെടിനിർത്തൽ ലംഘനം. ബന്ദികളെ കൈമാറ്റം തിങ്കളാഴ്ച പൂർത്തിയായിരുന്നു. ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ബന്ദിയെയും മോചിപ്പിച്ചു. 20 ബന്ദികളെ ഹമാസ് കൈമാറി. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് വഴിയാണ് 20 ബന്ദികളെ കൈമാറിയത്. അതേസമയം കസ്റ്റഡിയിൽ മരിച്ച 28 ബന്ദികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഹമാസ് ഇതുവരെ തിരികെ നൽകിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ മൃതദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇത് ചതിയെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. തടവുകാലത്ത് ക്രൂരപീഡനം ഏറ്റെന്ന ഇരുപക്ഷത്തും മോചിതരായവർ ആരോപിക്കുന്നുണ്ട്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കാൻ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസ് നിരായുധീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചോരക്കളം ഒഴുകുമെന്നും വേണ്ടിവന്നാൽ പൂർണ്ണമായി അക്രമാസക്തമാകാൻ ഞങ്ങൾ തയ്യാറാണെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും യുദ്ധം വീണ്ടും തുടങ്ങിയില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു. ഇതിനോടകം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഭിന്നത തുടരുകയാണ്. ഗാസയുടെ ഭരണ ചുമതല ഇനി ആർക്കായിരിക്കുമെന്നതിൽ ഏറ്റവും വലിയ അനിശ്ചിതത്വവും തുടരുന്നുണ്ട്. ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം നല്ല തുടക്കമായി ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ഭാവി എന്ത് എന്നതിൽ വ്യക്തതയില്ല. അതേസമയം 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ട്രംപ് അറിയിച്ചു. അതേസമയം ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ അനുവദിക്കരുത് എന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു. ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. വീഡിയോ പങ്കുവച്ചായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കുന്നു. അപ്പോഴും പലയിടത്തും തുടങ്ങുന്ന ഈ പൊട്ടിത്തെറികൾ അത് കൃത്യമായും നമുക്ക് വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ആവർത്തിക്കുകയാണ് ഇവിടെ. എന്തായാലും ഈ ഒരു വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കാൻ കഴിയാത്ത ഈ ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ ഈ നീക്കങ്ങളെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഈ പല പ്രശ്നങ്ങളെയും ഇസ്രായേൽ കൃത്യമായി തന്നെ നേരിട്ട് ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിനെ പിന്തുണച്ചു എന്നൊരൊറ്റ കാരണത്താൽ പൂർണ്ണമായി അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം ആരാണ് കൊടുത്തത് എന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ഉടമ്പടി ഒപ്പുവെച്ചത് വെറും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും എല്ലാവരെയും ഒരുമിച്ച് ഇല്ലായ്മ ചെയ്യുകയും ഒപ്പം ഒരുമിച്ച് ഈ കബളിപ്പിക്കുകയും ചെയ്ത രീതിയല്ലേ എന്നുള്ള സംശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ സംശയം കൃത്യമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.